ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് വളരെയധികം ലോകത്തില് ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. അപ്പൊ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സമാധാനം സാധ്യമാകുമോ? ഇവിടെ സമാധാനം സാധ്യമാവുന്നതിനുപരിയായിട്ട് ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ സ്വഭാവം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്തേക്കുള്ള ജനങ്ങളില്ലേ അതേപോലത്തെ ഈ വ്യക്തികളുടെ സ്വഭാവം പോലെ തന്നെയാണ് രാജ്യങ്ങളുടെ സ്വഭാവം. ഇപ്പൊ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നോക്കാം. സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യാം എന്ന് സാധാരണ ഒരു തരം താഴ്ന്ന വ്യക്തികൾ ചെയ്യുന്ന പോലെയുള്ള പ്രവൃത്തിയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്താണെന്ന് ലോകത്തിന് വ്യക്തമാവാൻ ഈ സാഹചര്യം ഉടലെടുത്തുണ്ട്. പിന്നെ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഭയങ്കര അഞ്ചാമത്തെ ശക്തി, ആറാമത്തെ ശക്തി, പത്താമത്തെ ശക്തി എന്നൊക്കെ വലിയ വലിയ ഇതുകളൊക്കെ നമ്മൾ പറയണെങ്കിലും ഈ വിഷയം ഉണ്ടായപ്പോൾ നമ്മളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തമായിട്ട് നമുക്ക് ഒരു അഭിപ്രായം പോലും ലോകത്തിന്റെ മുന്നിൽ ഐക്യരാഷ്ട്രസഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് പറയാനുള്ള ഒരു ഇതുപോലും ഇല്ലാത്ത അവസ്ഥ ഒന്നും. കാരണം എല്ലാവരെയും പ്രീതിപ്പെടുത്താനും പറ്റൂല, എല്ലാവരെയും എതിർക്കാനും പറ്റൂല. വെറുതെ അവിടെ ഇവിടെ ഇല്ലാത്ത പോലത്തെ ഒരു സമീപനം, ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റിയില്ല എന്നൊരു കാര്യത്തിൽ. അതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം പിടിഞ്ഞു, പെട്രോളിനും ഡീസലിനും വില കൂടി, പാചകവാതകത്തിനും വില കൂടി. അപ്പൊ ഇന്ത്യ വളരെ ദുർബലമായ ഒരു രാജ്യമാണ് പൊതുവെ ഇന്ത്യക്കാർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചോളം ഇറാനെ ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണെന്ന് ഇറാൻ തെളിയിച്ചു. കാരണം ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും അതുപോലെ ഹമാസിനും ഒക്കെ ഈ ഇറാനിലെ കോടിക്കണക്കിന് രൂപയുടെ എണ്ണ വിറ്റ് കിട്ടുന്ന സമ്പത്ത് മുഴുവനും എന്താ പറയാ തീവ്രവാദികൾക്ക് പൈസ കൊടുത്ത് അവരെ പോറ്റി വളർത്തി കൊണ്ടുന്ന രാജ്യമായതുകൊണ്ട് അവരുടെ യഥാർത്ഥ കയ്യിലിരിപ്പും യഥാർത്ഥ സ്വഭാവം സൗദി, UAE, ബഹ്റൈൻ, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം ഇറാനെ ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഏത് സമയവും അവർ ഒരുപക്ഷെ ഈ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ എന്താ പറയാ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുത്തും എന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നൊരു ഭീകര രാജ്യമാണ് ഇറാൻ എന്ന് ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റഷ്യ, ചൈനയുടെ ഒക്കെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ചൈനയുടെ വ്യക്തമായിട്ടുള്ള താല്പര്യങ്ങൾ കാര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോയുള്ളൂ എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യനെ സംബന്ധിച്ചോളം റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് റഷ്യ നിലകൊള്ളുക എന്ന് റഷ്യക്കും ലോകത്തിന് മുന്നിലേക്ക് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ ഇറാനിലെ ഭരിക്കുന്ന പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ എന്താ പറയുക ഭരണം എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാനിലെ പട്ടാളം അധികാരം കേന്ദ്രീകരിക്കുന്ന പോലെ IRGC ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഭരിക്കുന്നവരാരോ അവരെന്ത് പറയുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് IRGC പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പം ഭരിക്കുന്ന ആളുകളും ഇവരും തമ്മിലൊരു തർക്കവും കാര്യങ്ങളും അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. പിന്നെ ഈ ഹോർമോസ് കടലിടുക്ക് ലോകത്തിന് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളത് യുദ്ധത്തോടു കൂടിയാണ് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഇതിനെ ചൊല്ലി ഭാവിയിലും എന്താ പറയാ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഹോർമോസ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ അത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാവുന്നൊരു വിഷയം ലോകത്തിന് ബോധ്യമാക്കാൻ ഈ യുദ്ധം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമിച്ചു, അതിനുശേഷം ഹൂതികള്, ഹിസ്ബുള്ള, അതിനുശേഷം ഇറാൻ. അപ്പോ ഇസ്രായേലിനെതിരെയുള്ള മുഴുവൻ ശത്രുക്കളെയും ഒറ്റക്കെട്ടായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനും അവർക്കെതിരെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ യുദ്ധത്തിലൂടെ പല തീവ്രവാദ ഗ്രൂപ്പുകളെയും പല സ്ഥലങ്ങളെയും ആക്രമിക്കാനും അവരുടെയൊക്കെ നിലവിലുള്ള ഇസ്രായേലിനെതിരെ വരുന്ന ശക്തികളുടെ മൊത്തം ശക്തി കുറെയൊക്കെ ക്ഷയിപ്പിക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോ യുദ്ധം കൊണ്ട് ആർക്കും ഈ യുദ്ധം കൊണ്ട് ഇറാന് അത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഒരുമാതിരി തലമുതിർന്ന നേതാക്കന്മാര് മുഴുവൻ ഭരണ രംഗത്തുള്ള ആളുകള്, സൈനിക രംഗത്തുള്ള ആളുകള്, ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും
ഭീകരമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആർക്കും ലാഭമില്ലാത്ത എല്ലാവർക്കും നഷ്ടം കച്ചവടമാക്കിയ ഒരു യുദ്ധമാണ് സത്യത്തിൽ ഇറാൻ ഈ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതില് ചെറിയ തോതില് ഒരു ലാഭം ഉണ്ടാവും. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇതുകൊണ്ട് ചെറിയൊരു നേട്ടമുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടക്കച്ചവടമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേതൃത്വം ഇരിക്കുമ്പോഴാണ് ഹമാസിന്റെ ആക്രമണം, അതിന് ചൊല്ലി വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായതും. ഇത്തരം വിഷയങ്ങൾക്ക് ഒരു തീർപ്പ് ഉണ്ടാക്കാനോ ഇസ്രായേലിന് ശാശ്വത സമാധാനം ഉണ്ടാക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇസ്രായേൽ എന്നൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭീഷണികള്, അവർക്ക് ഏതൊക്കെ തലത്തിൽ നിന്നാണ് ആക്രമണം ഉള്ളതെന്നും ആരൊക്കെയാണ് അവർക്കെതിരെ നിൽക്കുന്നതെന്നും ആരൊക്കെയാണ് ഒപ്പം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ മൊത്തത്തിൽ എല്ലാ മേഖലയിലും പല നിലയ്ക്കും ഈ അമേരിക്കനെ പോലും എതിർത്ത് നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പോകേണ്ട ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഇസ്രായേൽ ഇറാൻ അമേരിക്ക സംഘർഷം കൊണ്ട് ഒരു രാജ്യത്തിനും യാതൊരു വക നേട്ടം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും മൊത്തം കോട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഓരോ വ്യക്തികളുടെ, ഓരോ രാജ്യത്തിന്റെ സമീപനങ്ങള്, നിലപാടുകള്, സ്വഭാവങ്ങള് ലോകത്തിന് തിരിച്ചറിയാനായിട്ട് ഒരു അവസരം ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിലുള്ള ലാഭം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വേറെ ലാഭമൊന്നും കാണുന്നില്ല.